അവരുടെ ആത്മഹത്യാക്കുറിപ്പ് വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി അവർ എഴുതി വെച്ചിട്ടുണ്ട്. 3 പേരുടെ പേരാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. VS മുബഷീർ, KA ഫൈസൽ, VK റഹ്നാസ്. ഈ 3 പേർ ചേർന്ന്, ഈ 3 പേരും പിന്നെ 2 പേരും ചേർന്ന് എന്തൊക്കെ ചെയ്തു എന്ന് വളരെ വ്യക്തമായി ആ സ്ത്രീ അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അവരവരുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പ്. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പ് അവരെഴുതി അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ കൈവെള്ളയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ വെച്ചിരുന്നെങ്കിൽ ഈ വീട്ടുകാരതെടുത്ത് മാറ്റുമായിരുന്നു. അത് ആ സ്ത്രീക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തത്. ഇൻക്വസ്റ്റ് നടപടിക്കിടെയാണ് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. ബോഡി അഴിച്ചിറക്കുമ്പോഴൊന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയില്ല പോലീസിന്. തുടർന്ന് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഈ സൂയിസൈഡ് നോട്ട് പോലീസിന് കിട്ടി. ആ സൂയിസൈഡ് നോട്ടിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതായത് മയ്യിൽ സ്വദേശിയായിട്ടുള്ള റഹീസുമായിട്ട് ഈ പറയുന്ന റസീന സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റസീന അതിൽ പറയുന്നു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ സ്ഥലത്തേക്കെത്തിയ അഞ്ചംഗ സംഘത്തിൽ ഒന്ന് VS മുബഷീർ, KA ഫൈസൽ, റഹ്നാസ് ഇത്രയും പേർ ചേർന്ന് വാഹനത്തിൻ്റെ ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളെ കയ്യേറ്റം ചെയ്തു വെച്ചാൽ ഒപ്പം വന്ന റഹീസിനെ കയ്യേറ്റം ചെയ്തു. കയ്യേറ്റം ചെയ്യുകയും ഫോൺ പിടിച്ചു പറിക്കുകയും ഫോണിലുള്ള ഫോട്ടോസ് കാണിക്കണമെന്ന്, പാസ്വേഡ് മാറ്റി ഫോട്ടോ കാണിക്കണമെന്ന് പറയുകയും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു.